പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കും. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, വോട്ടർ പട്ടിക പരിഷ്കരണം, അഹമ്മദാബാദ് വിമാന അപകടം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. അതേസമയം രാജ്യ താൽപര്യങ്ങൾക്ക് ഉതകുന്ന ചർച്ചകൾക്ക് തയ്യാറാണെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. 8 സുപ്രധാന ബില്ലുകളും പാർലമെന്റ് പാസാക്കും. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കുമ്പോൾ എന്തെല്ലാം വിഷയങ്ങൾ ഉന്നയിക്കാനായിരിക്കും പ്രതിപക്ഷം ശ്രമിക്കുക? അതോടൊപ്പം തന്നെ ഏതെല്ലാം ബില്ലുകളിൽ ആണ് എന്തെല്ലാം സുപ്രധാന ബില്ലുകളിലാണ് പാർലമെന്റ് ഈ വർഷകാല സമ്മേളനത്തിൽ പാസാക്കുകയും ചെയ്യുക? രോഹിണി, പ്രധാനമായും 8 സുപ്രധാന ബില്ലുകളാണ് പാർലമെൻറ്റ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും അതിനുപരി ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ഭീകരാക്രമണം അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ച് സഭ പ്രക്ഷുബ്ധമാക്കുവാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണം അത് സെക്യൂരിറ്റി വീഴ്ചയാണ്, അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അനാസയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇത് പാർലമെൻറ്റിൽ ഉയർത്തി അവിടെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുവാനും ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് സഭ പ്രക്ഷുബ്ധമാക്കുവാനുള്ള തീരുമാനത്തിലേക്കാണ് ഇന്ത്യ സഖ്യം കടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് വിവരിക്കണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ആവശ്യം. എന്നാൽ സർക്കാർ അതിന് തയ്യാറായില്ല. മറിച്ച് മൺസൂൺ സെക്ഷനിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണവും അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറും അടക്കമുള്ള വിഷയങ്ങൾ ഏതായാലും പ്രതിപക്ഷം പാർലമെൻറ്റിൽ ഉപയോഗിക്കും. ഒപ്പം തന്നെ അഹമ്മദാബാദ് വിമാന ദുരന്തം സംബന്ധിച്ചിട്ടുള്ള യഥാർത്ഥ വസ്തുതകൾ തേടി പ്രതിപക്ഷം പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനെല്ലാം ഉപരി ബീഹാർ വോട്ടർ പട്ടിക വിഷയമാണ്. ബീഹാർ വോട്ടർ പട്ടികയിലൂടെ ബീഹാർ സർക്കാരും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ നിന്നും നീക്കം ചെയ്യുക, പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുക എന്നുള്ള ആക്ഷേപങ്ങളായിരുന്നു പ്രതിപക്ഷ സഖ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ കണക്കുകളടക്കം ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഏതാണ്ട് 8 ലക്ഷത്തിലധികം അനധികൃത വോട്ടുകൾ ഇതിനോടകം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ കണ്ടെത്തി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇരട്ട വോട്ടുകൾ, അതേപോലെ തന്നെ മരണപ്പെട്ടവരുടെ വോട്ടുകൾ, ഇതിനെല്ലാം ഉപരി വിദേശ രാജ്യങ്ങളിൽ, അതായത് ബംഗ്ലാദേശും മ്യാൻമാറിൽ നിന്നുമടക്കം ഭാരതത്തിലേക്ക് കുടിയേറിയവർക്ക് പോലും ബീഹാറിൽ വോട്ടർ അവകാശമുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ തെളിഞ്ഞു. അവരെ പട്ടികയിൽ നിന്നും പുറത്താക്കുവാനുള്ള നടപടികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടു. ഇത് സർക്കാരിൻ്റെ ഇഷ്ടപ്രകാരമാണ്, അല്ലെങ്കിൽ സർക്കാർ ഈ രീതിയിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷമടക്കം ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ഈ ആരോപണങ്ങളും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് സഭ പ്രക്ഷുബ്ധമാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അതേസമയം സർക്കാർ നിലപാട് നേരത്തെ തന്നെ കേന്ദ്ര പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയുണ്ടായി. രാജ്യ താൽപ്പര്യങ്ങൾക്കുതകുന്ന എല്ലാ ചർച്ചകൾക്കും തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കിയത്. മാത്രമല്ല, അനാവശ്യ കാര്യങ്ങൾ ഉപയോഗിച്ച് സഭ പ്രക്ഷുബ്ധമാക്കുവാനോ സഭാ നടപടികൾ തടസ്സപ്പെടുത്തി ജനങ്ങൾക്ക് ഉതകുന്ന ചർച്ചകൾ വഴിതിരിച്ചുവിടുവാനോ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ നടക്കുമ്പോൾ പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുവാനോ വേണ്ട അത്തരം കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇന്നിപ്പോൾ ഏതായാലും എല്ലാ പാർട്ടികളെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഓൾ പാർട്ടി മീറ്റിങ്ങും ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി നടക്കും.